ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? 2 ദിവസമായിട്ട് പോലീസ് സ്റ്റേഷനിലാണല്ലോ ചെമ്പന്നീർപ്പൂവ് വന്ന് നിൽക്കുന്നത്. സച്ചിയും രേവതിയും വണ്ടി പോലീസ് പിടിച്ചു കൊണ്ടുപോയതിൻ്റെ ടെൻഷനിലും ശ്രുതിയും നീലിമയുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കാനുള്ള ടെൻഷനിലുമാണ്. അപ്പോൾ അതിൽ പറഞ്ഞു വന്നിട്ട് നീലിമയ്ക്ക് പ്രതികൂലമായിട്ട്, അതായത് ശ്രുതിക്ക് അനുകൂലമായിട്ടാണ് ഏകദേശം കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത്. സച്ചി രേവതിയാണെങ്കിൽ ഇൻസ്പെക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരം കുറേ ആയപ്പോൾ പൂക്കളൊക്കെ കേടുവരും സച്ചിയേട്ടാന്ന് പറഞ്ഞപ്പോൾ സച്ചി വീണ്ടും എന്നാൽ ശരി ഞാൻ പോയി കാണാൻ വേണ്ടി വീണ്ടും എഴുന്നേറ്റ് കാണാൻ വേണ്ടി പോണ സമയത്ത് സച്ചി എഴുന്നേറ്റിട്ട് പോകുമ്പോൾ രേവതി പറയണം ഞാനും കൂടി വരട്ടെ സച്ചിയേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ ദയവ് ഇത് രേവതി, ഞാൻ വണ്ടി മേടിക്കാനാണ് പോണത്, വണ്ടി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്, അല്ലാതെ നശിപ്പിച്ച് കളയാനല്ല, അത് കോടതി ആക്കാനുള്ളതിനല്ല, ഞാൻ പൊക്കോളാം, നീ ഇവിടെ നിന്നാൽ മതി, ദയവ് ഇത് നാക്കോതിക്ക് ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി പോകണം. സച്ചി അകത്തേക്ക് പോയിട്ട് എനിക്ക് ഒരു 5 മിനിറ്റ് മതി സാർ, ഞാൻ ഒന്ന് ഇൻസ്പെക്ടറെ കാണട്ടെ എന്ന് പറയുമ്പോൾ മറ്റേ കോൺസ്റ്റബിൾ പറയണു നിന്നോടല്ല ഇപ്പോൾ പറ്റില്ല, അവിടെ അകത്തൊരു സീരിയസ് ചർച്ചയാന്ന് പറഞ്ഞാൽ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സച്ചിയോട് പറയണോ നിനക്ക് വണ്ടി കോടതിയിൽ നിന്ന് എടുക്കണം എന്നാണ് ആഗ്രഹം അതോ ഇവിടെ നിന്ന് എടുക്കണം എന്നാണ് ആഗ്രഹം, ഇവിടെ നിന്ന് എടുക്കണം എന്നാണെങ്കിൽ നീ അവിടെ പോയിരിക്കും, സാറ് വിളിക്കുമ്പോൾ പോവാന്ന് പറയും. അങ്ങനെ സച്ചി വീണ്ടും സച്ചിയുടെ സ്ഥലത്ത് തന്നെ വന്നിരിക്കണം. അത് കഴിഞ്ഞ് അകത്ത് ശ്രുതിയും നീലിമയും കൂടി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. വക്കീൽ എന്നിട്ട് ഒരു നിവൃത്തിയില്ല, നീലിമയ്ക്ക് പൈസ കൊടുത്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ വക്കീൽ നീലിമയെ വിളിച്ചിട്ട് മാഡം വരും ഒരു കാര്യം സംസാരിക്കട്ടെ പറഞ്ഞിട്ട് വക്കീൽ നീലിമയെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയണം ഇനി മാഡത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല, പൈസ കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നീലിമ പറയും ഞാൻ തരാം, 2 മാസം കഴിഞ്ഞിട്ട് തരാം എന്നുള്ള എഗ്രിമെൻറ്റ് വെച്ചാണ് വെക്കുമ്പോൾ അതൊന്നും നടക്കും തോന്നുന്നില്ല എന്ന് പറയണം. അപ്പോൾ നീലിമ പറയാണ് ഇനിയിപ്പോൾ ഈ പൈസ ഞാൻ കൊടുക്കണമെന്ന് ഇപ്പോൾ എന്തത്ര വലിയ നിർബന്ധം എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ പറയണം എനിക്ക് മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം മാഡം വെറുതെ ആളെ പറ്റിച്ച് കാശുണ്ടാക്കിയ കാര്യമൊക്കെ എനിക്കറിയാം, മാഡം പൈസ കൊടുത്തേ പറ്റൂ, ഞാൻ മാഡത്തിന് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുക താൻ എൻ്റെ വക്കീലാണോ അത് അവരുടെ വക്കീലാണോ ചോദിക്കുന്നത്, എനിക്ക് മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടാണ്, മാഡത്തിന് ഇനി നാളെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ മാഡം അത് കൊടുത്തേ പറ്റൂ, അല്ലാണ്ട് ഇനി ഒരു രക്ഷയില്ല. ശ്രുതി ഒരു മണ്ടന, ശ്രുതിയെ പറ്റിക്കാൻ എളുപ്പമാണ്, പക്ഷേ ശ്രുതിയുടെ ഭാര്യ അങ്ങനെയല്ല, ആൾ നല്ല ബുദ്ധിശാലി, ആളെ പറ്റിക്കാൻ എളുപ്പമല്ല എന്ന് പറയണം. മാഡം എന്തായാലും കൊടുക്കാമെന്ന് സമ്മതിക്കാൻ പറയണം. അങ്ങനെ വീണ്ടും തിരിച്ചു വന്ന് നീലിമ പറയണു ശരി ഞാൻ ക്യാഷ് കൊടുക്കാമെന്ന് പറയണു. അപ്പോൾ ശരി എന്ന് പറയണു, ശ്രുതിയും ശരി എന്ന് പറയണു. അങ്ങനെ അപ്പോഴും നീലിമ പറയുന്നുണ്ട് ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാം, ഞാൻ പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് കാശ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പോലീസിനോട്. അപ്പോൾ ശ്രുതിയും പറയണം അത് പറ്റില്ല, അവർ തരും എന്നുള്ളതിന് എന്താ ഉറപ്പ് എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ വീണ്ടും അവിടെ ആർഗ്യുമെൻറ്റ്സാണ് നടക്കുന്നത്. ലാസ്റ്റ് നീലിമ പൈസ കൊടുക്കാം എന്നുള്ള പ്ലാനിങ്ങിലെത്തിയിട്ട് നീലിമ ശരി ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ ശരി കേസ് നിന്ന് ഒത്തുതീർപ്പാക്കിയെന്ന് പറഞ്ഞിട്ട് പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എഴുതിയിട്ട് ശ്രുതിയോട് സൈൻ ചെയ്യാൻ പറയണ സമയത്ത് ശ്രുതി സൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ശ്രുതി പറയണ ശ്രുതി സൈൻ ചെയ്യരുത് പറയണം. അപ്പോൾ എന്താ ശ്രുതി ചോദിക്കുമ്പോൾ പറയും ആദ്യം അക്കൗണ്ടിലേക്ക് പൈസ വരട്ടെ എന്നിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറയണം. അപ്പോൾ ശ്രുതി പറയാണ് ഞങ്ങൾക്ക് 50 ലക്ഷം രൂപയും അതിൻ്റെ മൊത്തം പലിശ അതിൻ്റെ ഇതുവരെയ്ക്കുള്ള 3 ലക്ഷം രൂപ പലിശയും കൂടി കൂട്ടി 53 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നീലിമയ്ക്ക് കൊടുക്കാൻ പറയുന്ന പോലീസുകാരൻ ശ്രുതിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നീലിമയ്ക്ക് കൊടുക്കണു. നീലിമ ക്യാഷ് ശ്രുതിക്ക് ട്രാൻസ്ഫർ ചെയ്യണം 53 ലക്ഷം രൂപ. ഇപ്പോൾ ട്രാൻസ്ഫർ ആയില്ലേ ഇനി ഒപ്പിട്ടൂടെ ചോദിക്കണം. അങ്ങനെ ഒപ്പിടണം. അങ്ങനെ ശ്രുതി ഒപ്പിടണോ, നീലിമയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷി ഒപ്പിടാൻ ആരുമില്ല അവിടെ. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ നീലിമയോട് പറയണം മാഡം വരൂ ഞാൻ ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റബിൾ നേരെ പോയി സച്ചിയുടെ അടുത്തേക്കാണ്. സച്ചി ഇതൊന്ന് ഒപ്പിട് പറയണം. അപ്പോൾ സച്ചി എന്തിനാ ചോദിക്കുമ്പോൾ ഇതൊരു സാക്ഷി ഒപ്പിടാൻ. അപ്പോൾ നീലിമേനെ കണ്ണു സച്ചി മാഡം എന്താ ഇവിടെ ചോദിക്കുകയാണ്. അതെനിക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, എന്തെങ്കിലും കേസാണോ, എനിക്കൊരു കേസാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയേണ്ടതെന്നാണ് നീലിമ കിടന്ന് പറയുമ്പോൾ പോലീസ് കോൺസ്റ്റബിൾ പറയണു അതൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ കേസാണ് സച്ചി ഇതിലൊന്നും ഒപ്പിടും നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ സച്ചി ഇങ്ങനെ കുറേ നേരം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പിടണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പ്ലീസ് സച്ചി എനിക്കിവിടെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ടാന്നൊക്കെ നീലിമ പറയുകയാണ്. അങ്ങനെ പോലീസുകാരനും പറയുന്നത് നിനക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മൂപ്പിച്ച് സച്ചി അങ്ങനെ മനസ്സിലൂടെ ഒപ്പിട്ട് കഴിയുമ്പോൾ പറയും സച്ചി നിൻ്റെ ഫോൺ നമ്പറും കൂടി അതിൽ എഴുതുമെന്ന് പറയണം. അങ്ങനെ സച്ചിയുടെ ഫോൺ നമ്പറും കൂടി അതിൽ എഴുതി കൊടുക്കണു. അങ്ങനെ നീലിമ സച്ചിയോട് താങ്ക്സ് പറയുന്നു. പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ഇനി കോംപ്രമൈസായി ഒത്തുതീർപ്പായി എല്ലാവരും ഒപ്പിട്ട് ഇനി പൊക്കളാൻ പറയുമ്പോൾ നീലിമ പറയണം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയ്ക്ക് ഇതിന് ഞാൻ നിൻ്റെ അടുത്തുനിന്ന് പ്രതികാരം വീട്ടും, എനിക്കറിയാം ഇതിന് എന്താ പകരം ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാമെന്ന് പറയാണ് നീലിമ ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറയണം നീ പോയിട്ട് നിനക്ക് പറ്റാവുന്നത് എന്താ വെച്ചാൽ ചെയ്യടി, നിൻ്റെ പ്രതികാരം വീട്ടില്ല, നമുക്ക് നിന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ നീ ചെയ്യും, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറയാണ് ശ്രുതിയും കൂടിയിട്ട്. അങ്ങനെ നീലിമ അവിടുന്ന് പോണ സമയത്ത് അങ്ങനെ അവിടുന്ന്
പോകുന്നു. ആ സമയത്ത് പോയിട്ടില്ല, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ശ്രുതി എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ സച്ചി രേവതി സർക്കിൾ ഇൻസ്പെക്ടറോട് വണ്ടിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വണ്ടി കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള കാര്യമൊക്കെ നാളത്തെ എപ്പിസോഡിൽ അറിയാം. അപ്പോൾ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനോട് ഞെക്കുക. അതിൽ ഓൾ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാതും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഓക്കെ, സ്നേഹത്തോടുകൂടി രേഖ, താങ്ക് യു.